വീണ്ടും ഒരു 15 ദിവസത്തെ ചാലഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ഒരു 15 ദിവസത്തെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ കണ്ണിൻ്റെ ചുറ്റും കാണുന്ന ഡാർക്ക്നെസ്സും പഫിനെസ്സും അതുപോലെ തന്നെ ഡ്രൈനെസ്സും റിങ്കിൾസും ഒക്കെ നമുക്ക് 15 ദിവസം കൊണ്ട് നല്ല മാറ്റം വരും എന്നുള്ളത് ഗ്യാരൻറ്റി പറയുവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നും വേണ്ട, നമുക്ക് നമ്മളുടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എല്ലാവർക്കും അറിയായിരിക്കും. ആവണക്കെണ്ണ ഭയങ്കര ഒരു കൊളോജിനാണ്, നമ്മൾക്ക് സ്കിന്നിൻ്റെ ഇലാസ്റ്റികത ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ എടുക്കുന്നത് 1 സ്പൂൺ ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ടത് 3 4 ഡ്രോപ്പ് ടീ ട്രീ ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ രണ്ടല്ല 3 രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന്, നമ്മൾ നൈറ്റിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഒരു നല്ല രീതിയിലൊരു ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സെക്കൻഡ്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു നൈറ്റ് നമുക്കിത് അപ്ലൈ ചെയ്ത് കിടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു മസാജിന് വേണ്ടി മസാജ് ഓയിലായിട്ടും നമുക്കിത് എടുക്കാൻ പറ്റും. ഒരുപാട് റിങ്കിൾസും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മസാജ് ഓയിലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നൈറ്റിലാണെങ്കിലും ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. എനിക്ക് ഇത്ര പ്രായമായി, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള നമ്മളെ പോലും അറിയാതെ നമ്മളുടെ സ്കിൻ ഡാമേജ് ആവും. അതൊരു പുറം തോട് പോലെയാണ്. അതിങ്ങനെ കാണുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നില്ല, ഉള്ളിൽ അത്രയും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയും, അയ്യോ ഞാൻ കാലങ്ങളായിട്ട് ഒന്നും തന്നെ സ്കിന്നിന് ചെയ്യാത്ത ആളാണ്. അത് വലിയ കാര്യമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ഭയങ്കര നാച്ചുറലായിട്ടൊന്നും അല്ലത്. നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മൾ ചെയ്യാതെ ഇരുന്നിട്ട് അത് നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും ചിന്തിക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്തോ, ക്ലെൻസ് ചെയ്യുന്നുണ്ടോ, ടോൺ ചെയ്യുന്നുണ്ടോ, മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ടോ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ, നമുക്ക് എത്രയാണ് പ്രായം, നമ്മളെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള റൊട്ടീനാണോ ഞാൻ ചെയ്യുന്നത്, എടുക്കുന്ന പ്രൊഡക്റ്റ് അതുപോലത്തെ ആണോ, നൈറ്റ് കെയറിലേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ എല്ലാവർക്കും ആഗ്രഹമാണ് സ്കിൻ ഭയങ്കര ഗ്ലോ ആവണം. നമ്മൾ എന്ത് പാക്കോ എന്ത് പറഞ്ഞു കൊടുത്താലും ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേർക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണം എപ്പോഴും. അതേ ലൈഫ് ടൈം നമ്മളുടെ സ്കിന്നിന് നമ്മൾക്ക് കറക്റ്റായിട്ട് ഒരു റൊട്ടീൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം അല്ലേ. എന്ത് ചെയ്യണമെന്ന് പലവർക്കും അറിയില്ല, എന്താണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റ് അങ്ങനെ പോയി ഡോക്ടറെ കാണും. എന്നിട്ട് അവിടെ നിന്ന് ഒരു സൺസ്ക്രീൻ മേടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അത് കുറച്ച് നാൾ ചെയ്യും, പിന്നെ അത് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ലേസർ ചെയ്യും. അതിലും നമുക്ക് 2-3 സിറ്റിംഗ് കഴിയുമ്പോൾ മടുക്കും, പിന്നെ അത് നമ്മൾ ചെയ്യാറില്ല. ശരിക്കും നമുക്ക് അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു നമ്മളുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയർ ആണ്. എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ്, എൻ്റെ ഏജ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു റൊട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ആർക്കെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്നിൻ്റെ കറക്റ്റായിട്ട് സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ വേണം, നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് ആണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 3 മാസത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് ഒന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ലൈഫ് ടൈം നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ആയിരിക്കണം. മനസ്സിലായോ? അത് ഏത് ഏജിലാണെങ്കിലും ശരി. നമ്മൾ വിചാരിക്കും ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ അങ്ങനെ നാച്ചുറലായിട്ട് അങ്ങനെ ആവും എന്നൊക്കെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാത്രം നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പല ആൾക്കാരുടെ സ്കിന്ന് കാണുമ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നോ ഇന്നലെയോ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ കൊണ്ടല്ല നമുക്കിതെല്ലാം വരുന്നത്. വർഷങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്
നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പൗഡർ യൂസ് ചെയ്യുന്നവർ, സോപ്പ് യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫേസ് വാഷ് എടുത്തിടും. അതായത് സ്കിൻ ടൈപ്പ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്കറിയില്ല എന്ത് മേടിക്കണം എന്നൊന്നും. അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളവർ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും പറയുകയാണ്, CC ക്രീം. 40 കഴിഞ്ഞവരാണെങ്കിൽ എസ്പെഷ്യലി CC ക്രീം, BB ഇതൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, കൂടുതൽ ടൈമും ഫൗണ്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അങ്ങനത്തെ ഒത്തിരി കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം നമ്മളൊരു ആഫ്റ്റർ 40 കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കണ്ടിന്യൂസ് നമ്മളത് എടുക്കാതിരിക്കുക. പുറത്ത് പോകുമ്പോൾ ഒരു ഗ്ലോ കിട്ടണമല്ലോ, അയ്യോ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ എന്തോ പോലെ ഉണ്ട് ഫേസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ എന്തെങ്കിലും ഒരു ക്രീമൊക്കെ എടുത്ത് അപ്ലൈ, ഇപ്പോൾ കുഴപ്പമില്ല. ചില ആൾക്കാർ പറയും ഒന്ന് പൗഡർ ഇട്ടപ്പോൾ ഒന്ന് സമാധാനമായി എന്ന് പറയും. അപ്പോൾ പൗഡർ ഇടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിലും ആ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നമ്മളുടെ ഹൈഡ്രേഷന് വലിച്ചെടുക്കുകയാണ്, അതായത് മോയ്സ്ചറിനെ വലിച്ചെടുക്കുകയാണ്. സ്കിന്നിന് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ 40 വയസ്സിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് പൗഡർ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിങ്കിൾസ് വന്നിരിക്കും, സ്കിൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട, ഞാൻ ഗ്യാരൻറ്റി പറയുവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മാക്സിമം നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, നല്ലതുപോലെ വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്നില്ലേ എന്ത് പ്രൊഡക്റ്റ് വേണം, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. 3 മാസം ഞാൻ കൂടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയും, ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ കാസ്റ്റർ ഓയിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മൾ മസാജായിട്ട് കൊടുക്കുമ്പോഴും ഫേസ് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുക. മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും ഫേസ് ഇങ്ങനെയായിരിക്കണം. ആഫ്റ്റർ 40 നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ പോലും നമ്മൾ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ എപ്പോഴും മസാജ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കിന്ന് വലിഞ്ഞ് തൂങ്ങത്തേ ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയ എപ്പോഴും ഇങ്ങനെ ചെയ്യാം. ഇതൊരു 3 to 5 ടൈംസ് ഓരോ ഏരിയയും ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഇങ്ങനെ മസാജ്, ഇങ്ങനെ ഓയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കണം. ഈ ഒരു മെത്തേഡായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ഫോർഹെഡ് ഏരിയ ഇങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 3 ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും ഒരു വ്യത്യാസം ഉണ്ടാവും. ഇനി നൈറ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ചെയ്യുക. നൈറ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മസാജ് കൊടുത്തിട്ട് നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്ത് മോർണിംഗ് വാഷ് ചെയ്യുക. കണ്ണിൻ്റെ ചുറ്റും പ്രശ്നമുള്ളവർക്ക് ഇത് കണ്ണിന് അപ്ലൈ ചെയ്ത് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡ്രൈനെസ് ഒക്കെ ഉള്ളവർ, നമ്മൾ നൈറ്റ് കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ, എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഒരു ഡെയിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഒന്ന് മസാജൊക്കെ കൊടുത്ത് കുറച്ച് സമയം ഫേസിൽ അങ്ങനെ വിടുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ഗ്ലോ കിട്ടും. മനസ്സിലായോ? നല്ല വ്യത്യാസം വരും. ടെക്സ്ചർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. കൊളോജൻ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഡ്രൈനെസ് കുറയുമ്പോൾ ഡാമേജ് കുറയുകയാണ്. ഡാമേജ് കുറയുമ്പോൾ കൂടുതൽ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ കുറേ മാറ്റം വരും. നമ്മുടെ സെൽസിനെ ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഡെയിലി നമ്മൾ ഇതുപോലെ മസാജ് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. കാസ്റ്റർ ഓയിൽ ഒരു സ്പൂൺ എടുക്കുക, അതിൽ 3 to 4 ഡ്രോപ്പ് നമ്മൾ ടീ ട്രീ ഓയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഒരുപാട് പേര് എന്നോട് മെസ്സേജ്, ചിലവർ കമൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് എന്തിനാ അങ്ങനെ വലിച്ചു നീട്ടുന്നത്. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഞാൻ അങ്ങനെ ശീലമായി പോയി. കാരണം ഒരുപാട് പ്രായമായിട്ടുള്ളവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞാൻ അത് വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഈവൻ ഞാൻ കൺസൾട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും നമ്മളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അത്രയും സമയം ഞാൻ വീണ്ടും പറഞ്ഞ് എനിക്ക് ബോധ്യമാവണം അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. നമ്മളുടെ വീഡിയോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മൾ അത്രയും ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവർ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല കാര്യം അല്ലാത്ത ഒരു മോശം പ്രൊഡക്റ്റുകളും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ വീണ്ടും പറയണം, ഞാൻ പല ആൾക്കാരുടെ സ്കിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലവരും ഈ
വൈറ്റനിങ് ക്രീമൊക്കെ ഉപയോഗിച്ചതിൻ്റെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കരുത്, ഹാർഷായിട്ടുള്ള കെമിക്കൽ എടുക്കരുത്. ആഫ്റ്റർ 40 നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കും ഒരു പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. 5000 റുപ്പീസാണ് ഇപ്പോൾ നമുക്ക് ഫീസ് വരുന്നത്. ചിലപ്പോൾ ഇതിപ്പോൾ 3 മാസത്തേക്കാണ്. ചിലപ്പോൾ കാരണം അത്രയും എഫേർട്ട് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. 3 മാസത്തേക്ക് ഓരോ മാസം 5 ആയിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് കൂടും. താല്പര്യമുള്ളവർ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, അത്രയും റിസൾട്ട് വരുന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും പറയുന്നത്. എനിവേ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചില കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അത് എങ്ങനെ എനിക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ടിട്ട് തീർക്കുന്നത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, സമയവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അത് ഒന്നും തോന്നരുത്. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയണം. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.